ഇറാൻ പഴയ ഇറാനല്ല. ലോകത്തോട് ഇക്കാര്യം വിളിച്ചു പറയുകയാണ് ഇറാൻ. US-ഉമായും ഇസ്രായേലുമായും സംഘർഷം നിലനിൽക്കുമ്പോഴാണ് ഇറാൻ സൈനിക ശക്തി പ്രദർശിപ്പിക്കുന്നത്. 17ാമത് ബാഗ്ദാദ് സുരക്ഷാ സൈനിക എക്സ്പോയിലാണ് ഇറാൻ പ്രതിരോധ മന്ത്രാലയം തങ്ങളുടെ ഏറ്റവും പുതിയ സൈനിക മുന്നേറ്റങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര വേദിയിൽ പ്രതിരോധ ശേഷി ഉയർത്തിക്കാട്ടാനുള്ള ഇറാന്റെ തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഇതും. ശനിയാഴ്ചയാണ് എക്സ്പോ തുടങ്ങിയത്. 24 രാജ്യങ്ങളിൽ നിന്നുള്ള 155 കമ്പനികളാണ് എക്സ്പോയിൽ പങ്കെടുക്കുന്നത്. സൈനിക സുരക്ഷാ മേഖലകളിലെ അത്യാധുനിക ഉൽപ്പന്നങ്ങളും നൂതനാശയങ്ങളുമാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്നത്. ഇറാഖിൻ്റെ തലസ്ഥാനമായ ബാഗ്ദാദിലാണ് എക്സ്പോ നടത്തുന്നത്. പ്രതിരോധ, സൈബർ, സുരക്ഷാ മേഖലകളുടെ വേദിയായി മാറിയിരിക്കുകയാണ് ബാഗ്ദാദ് എക്സ്പോ. ഇറാൻ പ്രതിരോധ മന്ത്രാലയം രാജ്യത്തിൻ്റെ വിപുലമായ സൈനിക നേട്ടങ്ങളാണ് എക്സ്പോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കര, നാവിക, വ്യോമ പ്രതിരോധ സാങ്കേതിക വിദ്യകളിലെ പുരോഗതിയും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളിലെ ഏറ്റവും പുതിയ കണ്ടെത്തലുകളും ഇതിൽ ഉൾപ്പെടുന്നു. പ്രദർശനത്തിലൂടെ പ്രാദേശിക ആഗോള പ്രതിരോധ വ്യവസായത്തിൽ ഇറാൻ മുഖ്യ പങ്കാളിയായി മാറുകയാണ്. ഇറാഖിൻ്റെ പ്രതിരോധ നവീകരണത്തിനും അന്താരാഷ്ട്ര സുരക്ഷാ സഹകരണത്തിനുമാണ് എക്സ്പോ സംഘടിപ്പിച്ചത്. ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനി എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. ഇറാഖിൻ്റെ വ്യവസായ മേഖലയും അന്താരാഷ്ട്ര കമ്പനികളും തമ്മിലുള്ള പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു സുപ്രധാന അവസരമാണിതെന്ന് അൽ സുഡാനി പറഞ്ഞു. എക്സ്പോ ആയുധങ്ങളുടെ പ്രദർശനം മാത്രമല്ല, സൈബർ സുരക്ഷയുടെയും നൂതന ആശയവിനിമയ സാങ്കേതിക വിദ്യകളുടെയും മാറ്റങ്ങളും എക്സ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ പ്രതിരോധ വ്യവസായങ്ങളെ ശക്തിപ്പെടുത്തൽ, രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം, അറിവിൻ്റെ കൈമാറ്റം എന്നിവയെല്ലാം എക്സ്പോയുടെ ലക്ഷ്യമാണ്. അതിനിടെ ഒമാൻ്റെ മധ്യസ്ഥതയിൽ ഇറാൻ അമേരിക്ക ആണവ ചർച്ചയുടെ അടുത്ത ഘട്ടം മസ്കറ്റിൽ നടക്കും. കഴിഞ്ഞ ദിവസം ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിൽ 2ാം ഘട്ട ചർച്ച നടത്തിയിരുന്നു. മസ്കറ്റിലെ ചർച്ചയ്ക്ക് മുമ്പായി കരാറിൻ്റെ കരട് ചർച്ച ചെയ്യാൻ വിദഗ്ധരെ നിയോഗിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. റോമിലെ ഒമാൻ എംബസിയിലായിരുന്നു 2ാം ഘട്ട ചർച്ച. 4 മണിക്കൂർ നീണ്ട ചർച്ചയിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയും ട്രംപിൻ്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ഹുസൈദിയും പങ്കെടുത്തു. ക്രിയാത്മകമായ ചർച്ചയാണ് റോമിൽ നടന്നതെന്നും അരാങ്ചിയും വിറ്റ്കോഫിനെയും അഭിനന്ദിക്കുന്നതായും ഒമാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു. ചർച്ചകൾ നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ഒമാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കില്ലെന്നും എന്നാൽ ഊർജ്ജാവശ്യങ്ങൾക്കായി യുറേനിയം സമ്പുഷ്ടീകരണം നടത്താമെന്നുമുള്ള ധാരണയിലാണ് ചർച്ച മുന്നോട്ട് പോകുന്നത്. ഇറാനുമേലുള്ള US ഉപരോധങ്ങൾ ഒന്നൊന്നായി പിൻവലിക്കുന്ന കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ടെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു.